ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഐറൂസിൻ്റെ ചെറിയ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അവളുടെ ഫുഡ് കഴിക്കൽ, അവളുടെ ചെറിയ രീതിയിലുള്ള കളികൾ, അങ്ങനെ ഒരു ചെറിയ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഇതിൽ ഫസ്റ്റ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഐറൂന് ഫുഡ് കൊടുക്കാനായിട്ട് ഏകദേശം 1 മണിക്കൂറെങ്കിലും അവൾക്ക് വേണം. ആ 1 മണിക്കൂർ എടുത്താലേ അവൾ കഴിക്കുള്ളൂ. അവൾ രാവിലെ വേറൊന്നും കഴിക്കില്ല, എന്തെങ്കിലും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കഴിക്കുള്ളൂ. അപ്പോൾ വേറെ കറികളോ അങ്ങനെയൊന്നും കൂട്ടില്ല. അപ്പോൾ ഞാൻ 10 മണിക്ക് കൊടുത്ത് 11 മണി വരെ ആയി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചായ കുടിക്കണമെങ്കിൽ അത് കഴിയുമ്പോൾ ഞാൻ സ്വിമ്മിംഗ് പൂളിൽ ഇറക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ തലക്ക് വെളിവില്ല. പിന്നെ കൊണ്ടുപോയി സ്വിമ്മിംഗ് പൂളിൽ ഇറക്കി അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണേണ് കാണുന്നത്. അത് വെള്ളം നല്ലോണം കാണാം. ഐറോ ലൈസ് ഇന്ന് രാവിലെ ഒരെണ്ണം തിന്നില്ലേ? കുളിച്ചാലോ നമുക്ക്? ലേസ് തരണെങ്കിലേ ആ ഇപ്പൊ എടുത്തത് അങ്ങോട്ട് കൊട്ടിക്കള വെള്ളം. അപ്പൊ അയൽപ്പന്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ അവളൊന്ന് സെറ്റ് ആക്കി കൊടുക്കണം, ഒന്ന് റെഡി ആക്കി കൊടുക്കണം. അപ്പൊ പ്രത്യേകിച്ച് റെഡിയാക്കലൊന്നും ഇല്ല. സാധാരണ രീതിയിൽ ഭയങ്കര മടിച്ചാണ്, കുളിക്കാൻ മടിയാണ്. കുളിക്കാന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കളിക്കണേന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ കുളിക്കാൻ മടിയാണ്. അപ്പൊ നമ്മള് ജസ്റ്റ് മുടിയൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് അവള് നമ്മുടെ അടുത്ത് വന്ന് പറയും മുടി കെട്ടിത്തായോ എന്ന് പറയും. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ പൗഡർ ഞാൻ അങ്ങനെ ഇടിക്കാറില്ല. പൗഡർ ഇട്ട് കഴിഞ്ഞാൽ ഒരു സൈസ് പാണ്ട് പോലെ ഇരിക്കാറ്. നമ്മൾ കണ്ണ് എഴുതണമെങ്കിൽ മാത്രം പൗഡർ ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഞാൻ സെബാമെഡാണ് യൂസ് ചെയ്യാറ്. പഠിച്ചു 10 രൂപ എടുത്തിട്ടാണ് പഠിക്കാനിരിക്കുന്നത്. എന്താ കഥ? പോടാ, ഇടി, പോടി എന്തൊക്കെയാണ് വിളിക്കണത്. ഞാനൊരു ഉമ്മയല്ലേ ഒന്നില്ലെങ്കിലും പോവിന് തവളച്ചാട്ടും ചാടി. ഇനിയിപ്പൊ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവക്ക് ഫുഡ് കൊടുക്കലാണ്. അത് എന്ന് പറഞ്ഞാൽ ഇവള് പച്ചക്കഞ്ഞി മാത്രം കുടിക്കുള്ളൂ, വേറൊരു സാധനം കഴിക്കില്ല. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് കഞ്ഞി കൊടുക്കണ പരിപാടി. അപ്പൊ ഇനി അതിലേക്ക് പോകാം. ബിരിയാണി വേണം. ബിരിയാണി ഇപ്പൊ ഉണ്ടാക്കി കൊടുത്താണ്. അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ ഐറസിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയണതാണ് ഓടാണ്ട് അടങ്ങിയിരുന്ന് കഴിക്കുക. അപ്പൊ ഒരു കുഴപ്പമുണ്ടാവില്ല. ഇവിടെ ഇരിക്കും, മര്യാദക്ക് ഇരിക്കുക. വാടോ പ്രഭാകരൻ വിളിക്കട്ടെ തന്നെ. വേണ്ടെന്നോ വേണ്ടോക്കോ. ഓ ചോറിന് മര്യാദ ചോറിന്. ഐറൂസിന്റെ ചോറീറ്റയും കഴിഞ്ഞ് നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ എന്തോന്നാ നെക്സ്റ്റ് പരിപാടി ഉറങ്ങാനുള്ളതാണ്. നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഇവിടെ ഉറക്കിയിട്ട് വേണം എനിക്ക് ചോറിനാനായിട്ട്. അപ്പൊ ഇനി ഉറങ്ങിയിട്ട് കാണാം.
ആസ് യൂഷ്വൽ വൈകുന്നേരം ഞങ്ങളുടെ നടപ്പ് തുടങ്ങി എല്ലാ ദിവസവും. അതുപോലെ തന്നെ പശുക്കളും അത്യാവശ്യം ഇവിടെ ഉണ്ട്. അയ്യപ്പന് ചെറുതായിട്ട് മഴയും ചാറുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടം വരെ നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയേക്കണേണ്. എല്ലാവരും ഈ ഒരു പോത്ത് ഡേഞ്ചറാണ്. ഈ പോത്ത് ഇതെന്താ സൂം ചെയ്യാൻ പറ്റാത്തേ? സൂം ചെയ്യാൻ പറ്റുള്ളൂ. അതേ കാണുന്നുണ്ടല്ലോ ആ പൂച്ച, അല്ല പൂച്ച, പോത്ത് ഭയങ്കര ഡേഞ്ചറാണ്. എപ്പോൾ വേണേലും റോട്ടിലേക്ക് കയറി വരാം. ഇനി ഞങ്ങൾ ഇന്നും സങ്കടപ്പെട്ട് വീട്ടിലേക്ക് കയറി. പോയിക്കോ. പിന്നെ വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ലുലു പോയി. അതിൻ്റെ വീഡിയോ ഞാൻ തൊട്ട് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ താഴെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കാം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ